ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഒരു ഈസി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെന്തൊക്കെ വേണം നോക്കാം. ഫസ്റ്റ് തന്നെ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുക്കാൻ നമുക്ക് കുറച്ച് അവിടെ എടുക്കുന്നില്ലോ. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക. പിന്നെ കുറച്ച് 6 വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, പിന്നെ കുറച്ച് പുളി, അതിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടില്ല, എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ചൂടാവുന്ന മുന്നിൽ ഈ ചെമ്മീനിട്ട് എന്നിട്ട് അത് വഴറ്റുക. കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതും വഴറ്റുക. പിന്നെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പുളിയൊക്കെ ഇട്ടുക. അതൊക്കെ പിന്നെ വഴറ്റെടുക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് വഴറ്റുക വേണ്ടു. വഴറ്റിയാൽ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് ഇതാക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടിയും ഇടാം എരിവിന് വേണ്ടിയിട്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇടാം. അപ്പോൾ ഇങ്ങനൊരു കളർ കിട്ടും. ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് വയറ്റുക, അധികം ആയിപ്പോറത്, അത്യാവശ്യത്തിൽ. എന്നിട്ട് കുറച്ച് ഉപ്പ് ലാസ്റ്റ് നമുക്ക് അരക്കുമ്പോൾ ഇടാം. കുറച്ച് ഉപ്പിട്ടിട്ട് അടിക്കുക. ഞാൻ കുറച്ച് നല്ലോണം അരക്കലുണ്ട് ഈ ഉണക്കച്ചെമ്മീൻ ലേസിൽ. പിന്നെ ഇത് നമുക്ക് ചോറിന് കറിയൊന്നും ഇല്ലാണ്ട് കൂട്ടി തിന്നാം, നല്ല ടേസ്റ്റാട്ടോ. പൊന്നേരിയും ചമ്മന്തിയും ഉണക്കച്ചെമ്മീനും പിന്നെ അച്ചാറും പപ്പടും. കറിയൊന്നും എടുത്തിട്ടില്ല, കറിയില്ലാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്.